ചായയും ചപ്പാത്തിയും നവരത്ന കൂട്ടുകറി. സൂപ്പർ. എല്ലാം കൃഷിയാണ് ചേച്ചി. കുളത്തിലെ മീൻ. രണ്ടുപേരും കൂടെ എന്നെ കളിയാക്കുന്നതല്ലേ? എത്രയും പെട്ടെന്ന് കണ്ണിട്ടല്ലേ ഏർപ്പെടണോ? വീണ്ടും അത് സാർ തന്നെയല്ലായിരുന്നു പറഞ്ഞത്. ഞാൻ പോണു. ക്യാരറ്റ്, പയറ്, ഇത് ബീൻസ് എന്നാണ്. ബീൻസ് മണലും മെറ്റിലും കൊണ്ട് തട്ടും പോലെയാണ് കൊണ്ട് തട്ടുന്ന. നമ്മളായിരുന്നെങ്കിൽ തങ്കു ഇപ്പൊ വെള്ളത്തോടെ എടുത്ത് കമ്മെത്തിയാണ്. അതിന്റെ റിസൾട്ട് അപ്പോഴറിയുകയും ചെയ്തു. തങ്കഞ്ചേട്ടാ, കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. വിചാരിച്ച പോലെയല്ല, വിചാരിച്ചെന്ന് കൈവിട്ട് പോയി. അപ്പൊ നമ്മളിതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുമെന്നാണ്. ഇപ്പൊ അടുത്ത മാസത്തെ ബുക്കിംഗ് ഫുള്ള്. അപ്പോൾ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം നമുക്ക് വരുന്ന ഗസ്റ്റിന് നമുക്ക് എങ്ങനെ, നമുക്കൊരു പ്ലാനിങ് വേണമല്ലോ. വരുന്നവർക്ക് പ്ലാനിങ് ഉണ്ടോ, പക്ഷെ നമുക്കൊരു പ്ലാനിങ് വേണം. ഈ ഗസ്റ്റിനെ എങ്ങനെ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഗസ്റ്റ് മറ്റുള്ള സ്ഥലങ്ങളിൽ ചെന്നിട്ട് നമ്മളെ പറ്റി പറയണമല്ലോ. നമ്മുടെ ഭക്ഷണം എന്തായാലും സെറ്റാണ്. നമുക്ക് ഇടയിൽ വേണമെങ്കിൽ ഒരു നല്ല ടൈറ്റ് ടേബിൾ വേണം. ഓഫ് റോഡ് ട്രെക്കിംഗ് കൊടുത്താൽ നമുക്ക് ആ മലയുടെ മുകളിൽ കൊണ്ടുപോകാം. അതാകുമ്പോൾ നല്ല കോടയും ഇടയ്ക്ക് മഴയും. ശരിക്കും ഞാൻ കുറച്ച് നേരം ഞാൻ അങ്ങോട്ട് നോക്കിയിരുന്ന എന്താണെന്നറിയാം. അതാണ് ആലോചിച്ചത്. ഞാനിത് ആലോചിച്ചത്. ഈ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും ചിന്തിക്കുന്ന എല്ലാവരെ പോലെ തന്നെ. ഓക്കെ, നമുക്ക് നേരത്തെ എന്താ ഈ ബുദ്ധി തോന്നാത്തതാണ് ഞാൻ ആലോചിക്കുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസി. ഇത് ചേട്ടാ, ഇത് നമ്മുടെ പൈനാപ്പിൾ ഉണ്ടായിരുന്നില്ലേ, അത് വെച്ചുണ്ടാക്കിയാലേ 50 അടിച്ചാലേ. ഇപ്പം തന്നെ പൊതുവെ നമ്മളെ ഹോം സ്റ്റേ പറ്റിയുള്ള പൊതുവെ പുറത്തുള്ള ഒരു ചെറിയ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ അവർ നല്ല രീതിയിൽ നമുക്ക് നോക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു 1.5 ഏക്കർ മാറ്റി വെച്ചല്ലോ നെൽകൃഷി. ചേച്ചി വരുമ്പോൾ പറയണം. ചേച്ചി വരുമ്പോഴേ ഈ നെൽകൃഷിയുടെ കാര്യം, കരനെല്ല് നമ്മൾ കൃഷി ചെയ്യാൻ ഇട്ടിട്ടില്ലേ, ചേച്ചി. ഹായ് ചേച്ചി. ഹായ്. വായോ. ഒരു രക്ഷയില്ല കേട്ടോ, നിങ്ങളെ ഞാൻ നോക്കണില്ല സത്യം പറഞ്ഞാൽ. എന്തൊരു ഭംഗിയായി ഇവിടെ നിന്ന് അവിടെ നോക്കുമ്പോഴേ ഒന്നും പറയാനില്ല. ചേച്ചി വന്നതിൻ്റെയാ, ഈ ഞാൻ വന്നതിൻ്റെ ഒന്നുമില്ല, ഭംഗിയാ. നമസ്കാരം ചേച്ചി. സുഖാണോ? കൈ താമാശ. ശരി, ഓക്കെ. അടയൊക്കെ കഴിച്ചോ? നമ്മുടെ ഒരു സ്പെഷ്യലാണ്. അതായത് നട്ട് വളർത്തിയ പൈനാപ്പിൾ അടയാക്കി. അല്ല, അങ്ങനെയല്ല. ഈ കടകളിൽ എല്ലാ സ്ഥലത്തും ഇപ്പം ചായരോടെ ഇതുണ്ട്. പക്ഷേ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നട്ട് വളർത്തിയ പൈനാപ്പിൾ കൊണ്ടുണ്ടാക്കിയ. നട്ട് വളർത്താതെ എന്തായാലും പൈനാപ്പിൾ ഉണ്ടാവില്ലല്ലോ. അങ്ങനല്ല, ഇവിടെ തന്നെ നമ്മൾ വിഷമൊന്നും ആരും വിഷം അടിച്ചിട്ടില്ല. അവർ വളരാൻ വേണ്ടി ഓരോന്ന് അടിക്കുന്നത് വിഷമായി മാറുന്നത്. ആദ്യം അത് കഴിച്ചിട്ട് ഞങ്ങളെ ഹോം സ്റ്റേ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഞാൻ അല്ലല്ല, അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ അല്ലേ നമ്മൾ കൊള്ളാന്നൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഇവിടെ എന്ത് മനോഹരം. നിങ്ങളെ കുറിച്ചല്ല പറഞ്ഞേ, പ്രകൃതിയെ കുറിച്ചാ പറഞ്ഞേ. നമ്മൾ എത്ര നോക്കിയിരുന്നാലും നമുക്ക് ഈ ഭംഗിയൊക്കെ നമുക്ക് മതിയാവോ? ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി വന്ന ദിവസമായതുകൊണ്ടാണോ എന്താ കൈലാസം പോലെയൊക്കെ തോന്നുന്നു. സത്യം ഇന്നലെ ഇങ്ങനെ ആയിരുന്നില്ല ക്ലൈമറ്റ് ഇവിടെ. ഇന്നലെ മഴയില്ല. ചേച്ചി വന്ന മഞ്ഞ വരുന്നു, മഴ വരുന്നു. അല്ലല്ല, ഇത് ഇപ്പൊ ഈ കഴിഞ്ഞ ക്ലൈമറ്റ് പോലെയല്ല. ചേച്ചി വന്ന ക്ലൈമറ്റ് ഒരു വ്യത്യാസം. എങ്ങനെയുണ്ട്? ആണോ? സൂപ്പർ. കൊള്ളാമോ? സൂപ്പർ. കഴിക്കട്ടെ. ടേസ്റ്റ് നിങ്ങളെ കൊതി ഉണ്ടോന്നുണ്ടാവും. നിങ്ങൾ കഴിച്ചായിരുന്നോ? ഞങ്ങൾ കഴിച്ചായിരുന്നു. കണ്ടില്ലേ ഒരു അതിഥിക്ക് കൊടുക്കുമ്പോ കഴിച്ചതിന്റെ ബാലൻസ് ആണോ? അല്ല, ഞങ്ങളിങ്ങനെ കഴിച്ച് നമ്മളിങ്ങനെ ഓരോ കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുവായിരുന്നു. ചേച്ചിക്കുള്ളതും കൂടെ എടുത്തിട്ടാണ് വന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, സത്യം പറഞ്ഞാൽ നിങ്ങളെ ഒരുപാട് നിങ്ങളെ കുറിച്ച് ഞാൻ കേട്ടായിരുന്നു. നല്ലത് യൂട്യൂബിലൊക്കെ ഇങ്ങനെ നിങ്ങളുടെ നാച്ചുറൽ കൃഷിയെ കുറിച്ച്, ഈ ഇത്ര പ്രകൃതി രമണീയമായ സ്ഥലത്ത് നല്ല ഒരുപാട് കൃഷികളൊക്കെ ചെയ്ത് നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്
കണ്ടപ്പോ നിങ്ങൾ എനിക്ക് കാണുമെന്ന് തോന്നുമല്ലോ, സ്വാഭാവികം. എല്ലാം കൃഷിയാണ് ചേച്ചി. അപ്പൊ നമുക്ക് നല്ല എല്ലാം കൃഷിയാണ്, പിന്നെ കൃഷിയാണ്ടൊന്നും ഉണ്ടാവില്ല. അല്ല സത്യല്ലേ? അതെ അതെ. തങ്കം ചേട്ടൻ വരെ കുളത്തിലെ കൃഷി മീൻ, അതെ. ചെയ്തുണ്ടാക്കിയതാണ്. അതെല്ലാം കൃഷിയാണ്. എന്ത് കേട്ടായിരുന്നോ? എന്താ പറഞ്ഞത് കേട്ടോ? എന്താ പറഞ്ഞേ? ഓക്കെ, ഇപ്പൊ എന്തായാലും ഇതിപ്പോ നമ്മള് തിലോപ്പിയ, അങ്ങനെ ചിരിക്കരുത്, ഇത് തിലോപ്പിയ നമ്മള് തങ്ങനോ? അത് സ്രാവ്, എങ്ങനെയാ പറഞ്ഞത്? കുട്ടി സ്രാവ്. തിലോപ്പിയെന്നാ പറഞ്ഞ എന്നോട്. കുളത്തിനകത്ത് കുളത്തിനകത്ത് തിലോപ്പിയ. തിലോപ്പിയ പല ഐറ്റംസ് മീൻ. അയ്യോ ഭയങ്കര ടേസ്റ്റ് അതിന്. കരിമീനിന്റെ വെല്ലുന്ന തിലോപ്പിയാണ്. അപ്പം ടേസ്റ്റ് ഏകദേശം സെയിം ആണല്ലോ. തിലോപ്പിയ നമ്മള് ഞാൻ എന്റെ ഇളയ മോളെ തിലോപ്പി ഉണ്ടായി കൊടുത്തിട്ട് കരിമീനാന്ന് പറഞ്ഞ് പറ്റിക്കാറുണ്ട്. അയ്യോ ഇത് കേൾക്കുമ്പോ അവളത് പറ്റിക്കുന്ന നടക്കില്ല ഇനി. അല്ല കുഴപ്പമില്ല, ഞങ്ങള് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് മീൻ വേണമെങ്കിൽ പിടിച്ചു തരാം, കുറച്ച് തരാം. ഇത് നല്ല നല്ല ഫ്രഷ് ആണോ? അതുപോലെ ഞങ്ങള് പോകുമ്പോ കുറച്ച് കരിമീനൊക്കെ അല്ല തിലോപ്പിയൊക്കെ തൂക്കി ഇങ്ങനെ പോവാല്ലേ. അതുപോലെ ഞങ്ങൾ മറ്റൊരു കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കരനെല്ല്. അപ്പൊ നമുക്ക് നട്ട് വളർത്തിയ കരനെല്ല് കാണാൻ പോവാം. കരനെല്ല് കാണാൻ പോയാലോ? അതും നട്ടു വളർത്തിയതാണല്ലോ, അത് കാണാം. എന്തായാലും അങ്ങോട്ട് പോവാം. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കൃഷി. ഇവിടെ അസ്തമയം കാണാൻ നല്ല ഭംഗിയാണ് ചേച്ചി. എന്തായാലും ഒരു സന്ധ്യാസമയത്താണല്ലോ വന്നത്. നമ്മൾ കണ്ടോ? എന്നിട്ട് കണ്ടില്ലല്ലോ. ഇത് ഇപ്പൊ ഈ കോട ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വ്യൂ കിട്ടാത്തതാണ്. അല്ലെങ്കിൽ നല്ല ഭംഗി എവിടെ നിന്ന് ഇങ്ങനെ കാണാൻ. പിന്നെ ഇവിടെ നട്ടിരിക്കുന്ന വളം വളം എന്താ? ഒറിജിനൽ വളം, ചാണകപ്പൊടിയും ചാണകപ്പൊടിയും എല്ലുപൊടി അല്ലേ, കൃത്രിമമായിട്ടുള്ള വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്കല്ല, വേപ്പിൻ പിണ്ണാക്ക്. പിണ്ണാക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങണ്ട. അല്ല കടലപ്പിണ്ണാക്കൊക്കെ ഇടുമല്ലോ, കടലപ്പിണ്ണാക്ക് തലയിൽ എടുത്താൽ മതി. പിണ്ണാക്കാണെങ്കിൽ വാങ്ങില്ല നമ്മള്. നമ്മൾ ഉദ്ദേശിച്ചല്ല. തങ്കൂന് നല്ല ബുദ്ധിയാ അല്ലേ? അല്ലേ? തങ്കൂന് ഇത്രയും ബുദ്ധി ഇല്ലെങ്കിൽ തങ്കൂന് ഇവിടം വരെ എത്താൻ പറ്റും. കൗണ്ടർ എടുക്കും. അതിന് മുമ്പ് ഞാൻ മനസ്സിലായോ? അത് ഈ പൊതുവെ എല്ലാവരുടെ ഒരു സ്വഭാവമാണ്. ഒന്ന് കേറി വരുന്ന ആളെ വേണം അടിച്ചത്. എനിക്ക് ചോദിക്കാനും പറയാൻ ആളോട് മനസ്സിലായോ? അല്ല ഇപ്പൊ ഒരാൾ കയറുന്ന ആളെയല്ലേ അടിച്ചു താഴ്ത്തിയിടാൻ പറ്റും, താഴെ നിൽക്കുന്ന ആളൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റുള്ളൂ. തങ്കു അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് എടുക്കുന്നത്. എന്നാണ് തിരിച്ച് സ്പോർട്സ്മാൻ ഞങ്ങളുടെ ഹോം സ്റ്റേ ഗുസ്തി ആവല്ലേ തങ്കു? അയ്യോ നമ്മുടെ ഹോം സ്റ്റേ വിട്ടുപോയല്ലേ? ഹോം സ്റ്റേ ഇനി നമുക്ക് പരിചയപ്പെടാനൊക്കെ ഉണ്ട്. അവിടെ നമ്മുടെ 2 കിടിമണികള്, പേര് പറഞ്ഞോട്. രാജേഷും സരളയും. രാജേഷ് സരള പശു. പശുവാണ്. മങ്ങണി കിങ്ങണി കേട്ടോ. മങ്ങണി നല്ല പേരാണ് വിളിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോയാലോ? ആ ഇതാണോ എന്തോ എടുക്കാൻ പോണെന്ന് പറഞ്ഞത്? ഇത് എന്തോ അല്ല, കണ്ടാ തോന്നുന്ന ഒരു ചക്കയാണെന്ന്. പക്ഷേ വന്നവരെല്ലാം ചക്കയാണ്. പക്ഷെ വന്നവരെല്ലാം ഇതിന്റെ ഫാനാക്കിയേ ഞങ്ങൾ വിട്ടിട്ടുള്ളൂ. ഇതിന്റെ പേനേ? അതായത് ഡാങ് സൂര്യ. ടേസ്റ്റ് ആണ്, പക്ഷെ ഒരു തായ്ലൻഡ് വെറൈറ്റി ആണ്. ആണോ? നമുക്ക് കട്ട് ചെയ്ത് നോക്കിയാൽ. കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ചേച്ചി തന്നെ അത്ഭുതപ്പെട്ടു പോകും. എന്താ കളർ കാണിച്ചു തരാം. ഞാനും ഫസ്റ്റ് ടൈമാണ് കാണാൻ പോകുന്നത് കേട്ടോ. നമ്മൾ നട്ട് വളർത്തി, അതൊക്കെ ശരിയാണ്. ഇത് ഫസ്റ്റ് ചക്കയാണ്, പഴുത്ത ഫസ്റ്റ് ചക്ക. എനിക്ക് അങ്ങനെ കട്ട് ചെയ്യാം. പക്ഷെ എന്താ പറയാ, ഈ ചക്കയൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കറക്കി കട്ട് ചെയ്താലേ പഞ്ച് കൊടുത്തിട്ട്. ഓറഞ്ച് കളർ, സൂര്യകാന്തി പൂ പോലെ ഉണ്ട്. അടിപൊളി. ഇതാണ് നമ്മുടെ ഡാങ് സൂര്യ. നമ്മുടെ ഡാങ് സൂര്യ. ഇതിന് എന്താ മൊത്തത്തിൽ ഒരു വ്യത്യാസം ഉള്ളില്ല അല്ലേ? ഉണ്ട്. ഇങ്ങനെയാണോ ചക്ക ഇരിക്കണേ അല്ലേ? ഇത് പഴുത്തോ? പഴുക്കുമ്പോഴാണ് ഈ നിറം വരുന്നതെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞത്. അല്ല, മണം വരുന്നില്ലേ? പിന്നെ ഒരു തങ്കു ഫ്രണ്ടിൽ കുറച്ച് കളർ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഒരു കട്ടും കൂടെ കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഹോം സ്റ്റേയുടെ ഏറ്റവും വലിയ പരസ്യം ചക്കയാണോ? ഈ ചക്കയാണ്. നമ്മളെല്ലാവരും ഇത് പാകമാകാത്തത് കൊണ്ട് ഇതുവരെ മുറിച്ച് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ചേച്ചിക്കാണ്. അതെ, ഇവിടെ നിന്ന് ഉച്ച എടുത്ത് നോക്കാം. അതിന്റെ തൊലിയായിരുന്നു. എനിക്ക് ആ ഡ്രസ്സും കൂടെ കിട്ടിയല്ലേ, എനിക്ക് സ്പൈഡർമാൻ. ഏത് ഡ്രസ്? ഈ സ്പൈഡർമാന്റെ ഡ്രസ്. ഇതിപ്പോ വേറൊരു ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ ചക്ക തങ്കുന്റെ ഹൈറ്റിലേ വളരൂ. തങ്കൂന് എടുക്കണ്ടേ ഇത്? തങ്കൂല്ലേ എടുത്തിട്ട് പോയത്? ചേച്ചി ആ ദൗത്യം ഏറ്റെടുത്തോ? എന്ത്?
അല്ല ഇപ്പൊ ഈ പറഞ്ഞതിന്റെ ദൗത്യം ഏറ്റെടുത്ത് എന്ത് തങ്കൂന് എടുക്കാനും? അല്ല അങ്ങനെയല്ല. ഇതിപ്പോ പൊക്കം കുറവാന്ന് ഞാൻ പറയുമായിരുന്നു. ആ ചക്ക താഴെയാണ്, വേരിനോട് അടുത്താണ് നേരത്തെ ഒരു സംഭവം പറഞ്ഞില്ലേ? ഓ അത് തങ്കു ഇരുന്നും കിടന്നു നോക്കിയാണ് ചക്ക കിടക്കുന്നത്. ഒരാൾ കുറെ നേരം കൂടി ശ്രമിക്കുന്നുണ്ട്, ഭയങ്കര ഹൈറ്റ് ഉണ്ടെന്ന് ശ്രമിക്കാനായിട്ട്. അങ്ങനെ പറഞ്ഞ് ബോധിപ്പിക്കും. പറഞ്ഞതുകൊണ്ട് നമ്മൾ ഹൈറ്റിലേക്ക് എത്തില്ല. ഒരാൾ അടിച്ച് താത്തി ചക്കയുടെ ഹൈറ്റിലാക്കി ഇന്നത്തെ പറഞ്ഞാൽ നമ്മളെ ഏറ്റവും ഫേവറേറ്റ് ഗസ്റ്റാണ്. ആ ഗസ്റ്റിന് നമുക്ക് എന്തൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കാമോ അതെല്ലാം ചെയ്യാം. ഒരെണ്ണം എടുത്തിരുന്നെങ്കിൽ നോക്കട്ടെ, ആ കത്തി നോക്കട്ടെ. ഇത് കണ്ട് നല്ല ഭംഗി കാണാൻ. പക്ഷെ ഇതിന്റെ കയ്യിൽ കറയാവോ? പിടിച്ചേ. നമുക്കും അറിയാൻ ആഗ്രഹമുണ്ട് എന്താണ് അതിന്റെ രുചി എന്ന് കേട്ടോ. ചേച്ചി ആദ്യം കഴിക്കൂ. ഓക്കെ, കഴിച്ചു നോക്കട്ടെ. മെരിക്കച്ചക്കയുടെ ടേസ്റ്റ് ഉണ്ടോ? എന്താണ്? പഴുത്തിട്ടില്ല. അല്ല പഴുത്തിട്ടില്ല. ആ മധുരവും ഞാൻ ആ പറഞ്ഞതിൻ്റെ ആ ബിൽഡപ്പ് ഒക്കെ ഇല്ലെങ്കിൽ ഞാൻ നിന്ന് പുഴുക്കണം. കഴിക്കുമ്പോ നല്ല എന്താ പറയാ, നല്ല ഒരു കര 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 അങ്ങനത്തെ ടേസ്റ്റ് ആണോ? നല്ല ടേസ്റ്റ്. തങ്കു എനിക്ക് വരണം തരും. തങ്കു ഇങ്ങനെ വിറയ്ക്കുന്നു ചേച്ചി ഇങ്ങനെ. അതെന്താറിയാമോ, ഇവിടം വരെ എത്തിയപ്പോ ഞാൻ എന്റെ ബ്രെയിൻ അപ്പൊ വർക്ക് ചെയ്തു, കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന്. ഈ ദൗത്യം എന്നെ ഏർപ്പാട് ചെയ്തിട്ട് സൈഡ് വാരം നീ മുങ്ങിയല്ലേ? ഫുൾ മധുരമായിട്ടില്ല, മധുരമായിട്ട് അങ്ങ് വരണേ ഉള്ളൂ. ഇത് മധുരം വെച്ചാ സൂപ്പർ ആയിരിക്കും കേട്ടോ, പഴുത്ത് കഴിഞ്ഞാല്. അല്ല ഇത് നമുക്ക് ഇപ്പൊ കറി വെക്കാൻ ഭയങ്കര നല്ലതായിരിക്കും. പച്ചക്കായിരുന്നാലും പഴുപ്പിച്ചായിരുന്നാലും എങ്ങനെയായിരുന്നാലും ഒരു ചെറിയൊരു മധുരം ഉണ്ട്. ചെറിയ ഇനി നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു ചിലപ്പോൾ കൂടുതൽ മധുരമാവാൻ സാധ്യതയുണ്ട്. അല്ലല്ല, ഇത് കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഈ പരുവത്തില്. പിന്നെ വറുത്താൽ നല്ലതായിരിക്കും. പക്ഷെ മുറിച്ച സമയത്ത് ഇത് തേനാണ്, തേൻ ഭരിക്കുകയാണ്, ഇത് തേൻ ചെമ്പരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുറിച്ചത്. ഇപ്പൊ ഈ ലെവലിലല്ലോ ഇതിന് പുഴുങ്ങിട്ട് ഇനി കാന്താരിയോളം കട്ടൻ ചായ ആ ലെവലിൽ വരെ എത്തി. പക്ഷെ സൂപ്പർ ആയിരിക്കും, നല്ലതായിരിക്കും. എനിക്ക് ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമാണ്. എനിക്ക് ഈ പരുവം ഭയങ്കര ഇഷ്ടമാണ്. ചക്ക കഴിക്കുമ്പോൾ ഇങ്ങനെ ഈ പഴുത്ത് വരുന്നതിനേക്കാൾ ഒരു ഇടം വരും. നല്ല തോട് കണ്ടപ്പോ നമ്മൾ വിചാരിച്ചത് പഴുത്തുന്ന ഒരു യെല്ലോ കളർ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. തങ്കു കഴിച്ചില്ല, അതാണ് അല്ലേ? ഇടം പരുവം ആയിട്ടേ ഉള്ളൂ. ഇങ്ങനെ കഴിക്കാൻ ഒരു സുഖം അല്ലേ? ചേച്ചി പറഞ്ഞ പോലെ ഈ പറയുന്ന പോലെ കാന്താരി മുളകൊക്കെ ചതച്ച് അങ്ങനെ കഴിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആവുമായിരുന്നു. നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുമ്പോൾ എന്ത് കിട്ടിയാലും കുറച്ച് ഉപ്പും മുളകും പൊടിയും കായവും എന്തൊക്കെ ഇടാവും അതൊക്കെ ഇട്ട് നശിപ്പിച്ച് കളയും. അതിന് അതിൻ്റെതായ ടേസ്റ്റിലാണ് കഴിച്ചാൽ പോലെ. ഒരു സാധനം പൊളിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കുറെ മുളകൊക്കെ ഇട്ട് വയറിനെ നശിപ്പിക്കാം എന്നാണ് ആദ്യം ചിന്തിക്കണം. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്റെ ഒരു ദൗത്യം ചേച്ചി ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്താണ്? സാധാരണ നമ്മൾ ഗസ്റ്റിന് വേണ്ടിട്ട് കുക്ക് ചെയ്യും. അപ്പൊ ചേച്ചിക്ക് ഇങ്ങനെ എരിവും പുളിയും നമ്മളിട്ട് നശിപ്പിക്കുന്നു എന്നുള്ളൊരു ചിന്തയുള്ളത് എനിക്ക് അധികം എരിവും പുളിയൊന്നും ഇഷ്ടമല്ല. ഓക്കെ, അപ്പൊ ചേച്ചി ഇന്ന് നമുക്ക് കുക്ക് ചെയ്ത് തരുന്നു. ഗസ്റ്റിന് ഇവിടെ കുക്ക് ചെയ്യാൻ പറ്റും. ഗസ്റ്റിന്റെ മൂഡ് അനുസരിച്ച് നമ്മുടെ സത്യം പറയാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും മടിയാണ്. എനിക്ക് മടുത്തു. നിങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് അരിഞ്ഞ് പറക്കി തരാമെങ്കിൽ ഞാൻ ചെയ്യാം. ഞങ്ങൾ എല്ലാം അരിഞ്ഞു തരും. തങ്കു തേങ്ങ തരും, ഞാൻ വെജിറ്റബിൾസ് എല്ലാം. ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് അറിയാതെ എങ്ങനെയാ തേങ്ങ വേണമെന്നൊക്കെ അറിയാം. എന്തിനും നമുക്ക് തേങ്ങ ഇടാം. അങ്ങനെ ഇല്ലല്ലോ, എന്തിനും തേങ്ങ പാലൊഴിച്ച് ഇതുപോലെ ആകാൻ സാധ്യത കുറവായിരിക്കും. ചക്ക വെച്ചാണെങ്കിൽ തേങ്ങ വേണ്ടി വരും. ഇതേ തങ്കു നമുക്കിത് അടുക്കളയിലോട്ട് എടുത്തിട്ട് പുഴുങ്ങി നമുക്ക് കട്ടൻ ചായക്കൊപ്പം പിന്നെ അടിക്കാം. വേറൊരു ഐറ്റം ആക്കാം. പക്ഷെ ഇത് ചക്ക വേവിച്ചിട്ടുണ്ടെങ്കിലേ നല്ല മീൻകറിയൊക്കെ വെച്ച് കഴിക്കണം. ചക്ക പുഴുക്കെന്ന് പറയുന്ന സംഭവം അത് കഴിക്കുകയാണെങ്കിൽ മീൻകറി ഈ പറഞ്ഞ പോലെ നമ്മൾ എരിവും പുളിയൊക്കെയുള്ള മീൻകറി ഒഴിച്ച് മീൻകറി അല്ലേ സൂപ്പറായിരിക്കും. അല്ലെങ്കിൽ നല്ല ചാള ഉണ്ടല്ലോ, നല്ല നെയ്യുള്ള ചാള വറ്റിച്ച് വെക്കണം. ഇങ്ങനെ കുരുമുളകൊക്കെ കൂടുതലിട്ടിട്ട് പുളിയൊക്കെ ഇട്ടിട്ട് കുടംപുളിയൊക്കെ ഇട്ടിട്ട് നല്ല വറ്റി ചതച്ച മുളക് ഇടണം. കുരുമുളക് ചതച്ച വറ്റൽമുളക് ചതച്ചത്, അതും ലേശം കുരുമുളകൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ ചതച്ച് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇങ്ങനെ വാട്ടി അത് വാടിക്കഴിയുമ്പോൾ ഈ ചതച്ച മുളകും ലേശം കുരുമുളക് ഇട്ട് പുളി ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് തിളച്ചിടുമ്പോൾ ആ നെയ്ച്ചാള കടയിലോട്ട് വാരി ഇട്ടിട്ട് ആ കറി ഇതിൻ്റെ പുറത്തേക്ക് അങ്ങ് ഒഴിച്ചിട്ട് എൻ്റെ പൊന്നു മോനെ ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഒരു ഏമ്പക്കം വിട്ടേക്ക്, ഒരു ഏമ്പക്കം വിട്ട് നമുക്ക് അടുക്കളോട്ട് പോവാം, കുക്ക് ചെയ്യാം. നമ്മൾ എന്തായാലും വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് കൊണ്ടുവരാം. ചേച്ചി വായോ അവിടെ. വാ പോവാം.
നവി. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? നവരത്ന കൂട്ടുകറി. നവരത്നം എന്ന് വെച്ചാൽ അതിൽ 9 ഐറ്റംസ് അല്ലേ? നമ്മുടെ മെയിൻ ഐറ്റംസ് വെജിറ്റബിൾസാണ്. ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ക്യാരറ്റ്, പയറ്, ഇത് ബീൻസ് എന്നാണ് നമ്മൾ കോളിഫ്ലവർ. ഓക്കെ, ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഗ്രീൻ പീസ് ഉണ്ട്. അപ്പോൾ ഇത് തന്നെ 4 ഐറ്റം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാൻ ഒഴിക്കാം ചേച്ചി, സഹായത്തിന്. കുറച്ച് മതി, ഇത് പെട്ടെന്ന് വേവും. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് ഇട്ട് ഇനി നമുക്ക് ഇതങ്ങിടാം. ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ. യെസ്. ഓക്കെ, ഇത് നന്നായിട്ടൊരു 5 മിനിറ്റോളം അല്ലേ? 5 മിനിറ്റ് മതിയോ? 5 മിനിറ്റ് പോരാ. അപ്പം നമുക്കിതിൽ ഉപ്പിടണ്ടേ? ചേച്ചി ഉപ്പിടാൻ പറ്റില്ല ചേച്ചി, ഞാൻ അതൊരു അടപ്പെടുത്തിട്ട്. ഉപ്പിടുന്നതിന് അടപ്പിൻ്റെ ആവശ്യമില്ലല്ലോ. എന്താ തങ്കുവിൻ്റെ ഓരോ തമാശകൾ. ഞാൻ പേടിച്ചു ഉപ്പിടാൻ വേറെ എന്തെങ്കിലും ഉപ്പിന് വരെ ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ മാഷേ, ഉപ്പിടുന്ന അടപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. അല്ല, അത് എന്നല്ലേ നമ്മളൊരു കലാപരമായിട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ച്. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് മിനിമം വേണോ? 10 മിനിറ്റ് 15 മിനിറ്റ് വേണ്ടി വരും. നമുക്ക് എന്തെങ്കിലും പരിപാടി സജ്ജമാക്കാം. ചേച്ചിക്ക് ഒരു ചെറിയ ടാസ്ക് കൊടുക്കാം. ഒരു ഗെയിം കളിച്ചാലോ? ഇത് വേഗം ഒരു സമയം ഉണ്ടല്ലോ. എന്ത് ടാസ്ക്? നല്ലോണം ഇരുന്ന് വേവട്ടെ. കണ്ണുകെട്ടാനുള്ള ഏർപ്പാടുണ്ടാക്കൂ. അതാരാന്ന് മനസ്സിലായ? ഇല്ല, എനിക്കും മനസ്സിലാവാറില്ല. ഇടയ്ക്കിടയ്ക്ക് വരും. ഒന്നുകൂടെ പറയാവോ? എത്രയും പെട്ടെന്ന് കണ്ണുകെട്ടാനുള്ള ഏർപ്പാടുണ്ടാക്കൂ. മധു. മധു സാർ, തങ്കമാന മധു സാർ. ആദ്യം ഇതാരെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ആർക്കും ഉണ്ടാക്കിയാൽ മതി. ഇല്ല, നമുക്ക് കണ്ണ് കെട്ടാം. കണ്ണുകെട്ടാനുള്ള ഏർപ്പാടുണ്ടാക്കൂ. അതാരാ? ഞാൻ പോണു. അയ്യോ, അത് വീണ്ടും അത് തന്നെയല്ലായിരുന്നോ പറഞ്ഞേ? വീണ്ടും മധു സാർ തന്നെയല്ലായിരുന്നോ പറഞ്ഞേ? അല്ലെന്ന് ഒന്നുകൂടെ പറയൂ. രണ്ടുപേരും കൂടെ എന്നെ കളിയാക്കുന്നതല്ലേ? ഒന്നുകൂടെ പറ. എത്രയും പെട്ടെന്ന് കണ്ണുകെട്ടാനുള്ള ഏർപ്പാടുണ്ടാക്കൂ. ജോസ് പ്രകാശ് സാർ. തവി വായിക്കായിരുന്നു, എന്നാലും കറക്റ്റ് കാര്യം എന്തായിരുന്നാലും ഓക്കെ ആയില്ലേ? എന്തായാലും വർക്കായി, അവസാനം ഒപ്പിച്ച് നമ്മള്. ചേച്ചി എന്നെ നോക്കാൻ പാടില്ല. അയ്യോ, എനിക്ക് നോക്കാൻ മുട്ടണം. നോക്കാൻ പാടില്ല. ഓക്കെ, അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കൂ. തിരിഞ്ഞല്ലേ നിൽക്കണേ? അല്ല, അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം. തങ്കു, ഹലോ, സുഖം. തങ്കു, ഈ തോർത്ത് കിട്ടോ? ഈ ഒരു കൊട്ടയ്ക്കകത്ത് കൈ വയ്ക്കുമ്പോഴേ ചിലപ്പോൾ ജീവനുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണും. അതെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കമ്പനിക്ക് അതിന്റെ ഉത്തരവാദിത്വം ഇല്ല. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനൊന്നും ചെയ്യൂല. പക്ഷേ ആ ജീവികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കമ്പനി ഉത്തരവാദിത്തം ഏറ്റെടുക്കൂല കേട്ടാ. ഫ്രീ ഇൻഷുറൻസ് തരാം. ചേച്ചി കാണാൻ പറ്റുന്നില്ലല്ലോ. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയൂല. മതിയോ? ഇല്ല, ഒന്നും കാണാൻ പറ്റില്ല. അതൊന്നും എനിക്കറിയില്ല. ഇതെത്ര? എന്താണ് കാണിക്കണ? വിരലാണോ? എത്ര? 3. കള്ള ചേച്ചി. എന്താ ഇത് എത്രയാണ്? 2. എല്ലാം കൃത്യമായിട്ട്. അപ്പൊ ശരി, വളരെ ഉള്ളുകൊണ്ട് വളരെ ലോലനായ ഒരു ആളെയാണ് നമ്മൾ ആദ്യം പ്ലേസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ടുപിടിച്ചോ? എവിടെ വെച്ചേക്കണ? ഇവിടെ. എവിടെ? തപ്പ്. എവിടെ? എന്താ ഇത്? ഇത് വെള്ളരിക്ക. ഓക്കെ, നീ വീണ്ടും വളരെ സിമ്പിളാണ്. നോക്കിക്കോ. എവിടെ? അവിടെ തന്നെ നോക്കിക്കോ. ബീറ്റ്റൂട്ട്. ഓക്കെ, ഇനി 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 അധികം അങ്ങനെ പുറം ലോകവുമായിട്ട് സമ്പർക്കത്തിൽ വരാത്ത ഒരാളാണ്. തൊടുമ്പോൾ സൂക്ഷിക്കണം. കൂട്ടീന് ഇപ്പോൾ എടുത്തതേ ഉള്ളൂ. കുത്തു കൊണ്ടു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും പറയുന്നു. ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ, ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കമ്പനിക്ക് പറ്റില്ല. ഈശ്വര. എവിടെ? ഇങ്ങനെ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ അങ്ങ് വെക്കുക കൈ. എവിടെ? അയ്യോ മോളെ, ഇത് കൈതച്ചക്കയല്ലേ? പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൈതച്ചക്കാന്നല്ല പറയുന്നത്. എന്താ? പൈനാപ്പിൾ. അല്ല, തിരുവനന്തപുരത്തിന് ഇത് പൊറുത്തിച്ചക്കയാകുന്നു. ഞങ്ങളുടെ സ്വന്തം പൊറുത്തിച്ചക്ക. തിരുവനന്തപുരത്തിന്റെ സ്വന്തം പൊറുത്തിച്ചക്ക. വളരെ ബുദ്ധിപരമായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു സാധനം. ഇത് നമ്മുടെ തോട്ടത്തിലാണോ?
നമ്മുടെ ഏതൊക്കെ തോട്ടത്തിൽ നമുക്ക് തായ്ലൻഡ് വെറൈറ്റി ആണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഒരു ഇരിപ്പും നിപ്പും ഭാവമൊക്കെ കണ്ടിട്ട് നോക്കൂ. എവിടെ മാങ്ങയല്ലേ? അതെ. ആ. ഓക്കെ, തപ്പി കണ്ടുപിടിക്കൂ. നീ അടുത്തതാ സവാള. ഇത് വളരെ സിമ്പിളായി പോയി. എല്ലാം സിമ്പിളായി. ചേച്ചിക്ക് അടുക്കളയുമായി നല്ല സമ്പർക്കം ഉണ്ടെന്നാണ് ഞങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. രണ്ടല്ലേ? ഇനിയുണ്ട് ക്യാരറ്റ്. അത് വേറെ എന്തെങ്കിലും തങ്കൂനെടുത്ത് വെച്ചാലോ പ്ലേറ്റിലോട്ട്? കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇനി ഒന്നും ഇല്ല. വൈറൽ. തീർന്നോ? ഇല്ല, ഒരെണ്ണം കൂടെ ഉണ്ട്. നോക്കൂ, കണ്ടുപിടിക്കൂ. എവിടെ? തക്കാളി. ഇതെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തെറ്റിച്ച് പറയായിരുന്നു അല്ലേ? തീർന്നോ? ഓക്കെ, നമ്മുടെ പച്ചക്കറി ഏകദേശം ആയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ടാസ്ക് എന്തായാലും നമ്മൾ തോൽവി. എനിക്ക് പ്രൈസ് ഒന്നും ഇല്ലേ? അല്ല, പ്രൈസ് അല്ല. ഇതിപ്പം ഏതിനും സിമ്പിൾ ആക്കിയതാണ്. എന്നെ കണ്ണും കെട്ടി ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചു, കടിക്കും, മാന്തും, പിച്ചും, തോണ്ടും. ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ വെറൈറ്റി എന്താണ് ഇവിടെ ഉണ്ടാകുന്നതാണ്. തപ്പി കണ്ടുപിടിക്കോ. അയ്യോ, എവിടെ? ഞങ്ങളെ തോട്ടത്തിൽ മാത്രം. എവിടെയാ? കണ്ടില്ല. ഏതാ? തൊട്ടു. അയ്യോ, ഇതെന്താണ്? എന്ത് സാധനം? എന്താ ഇത്? ഇതിനകത്ത് ഇത് അറിഞ്ഞൂടെ ചേച്ചി? അയ്യേ, അപ്പൊ ഈ അടുക്കളയിൽ കയറും എന്നൊക്കെ പറഞ്ഞ വെറുതെ ആണെന്ന് തോന്നുന്നു. അല്ല, ഇത് ഇങ്ങനെ ഇരിക്കണ എന്ത് സാധനമാണ്? അതങ്ങനെ വളരില്ല. ഇങ്ങനെ വളരുമോ? ഇവിടെ ഇങ്ങനെ വളരും. അയ്യേ, നോക്കട്ടെ. ഇത് ഉണങ്ങി എന്തോ സാധനമാണോ? മുളകാണോ? ഞങ്ങൾ ഇവിടെ തന്നെ ഡ്രൈ ചെയ്ത്. കാരണം ഇത്രയും കാര്യം ഞങ്ങൾ തോറ്റി തുന്നപാടിയിരിക്കുക. മുളകല്ലേ? പറഞ്ഞു തരാൻ പറ്റില്ല. ഇത് ഉണങ്ങിയതാണ്. നമ്മൾ സൂര്യപ്രകാശം ഏൽപ്പിക്കാതെ കഠിനമായ താപനിലയിലൂടെ കടത്തി. അല്ല, ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഒരു വസ്തുവാണത്. അല്ല, ഇത് സവാളത്തൊലി. രൂപയാണ്. സവാളത്തൊലി അല്ലേ ഇത്? സവാളത്തൊലി. ഓക്കെ, ആണോ? ഓക്കെ, അടിപൊളി. ചേച്ചി സൂപ്പറാടാ. സവാളത്തൊലി. അതെ, തങ്കുവിന്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു പരിപാടിയായിരുന്നു അത്. ഇത് ഒരു മൃഗത്തിന്റെ ഐറ്റം ആണ്. മൃഗത്തിന്റെ ഐറ്റം? അതിന്റെ പേരെന്താന്ന്